സഹോദരങ്ങൾ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്നോ, നമ്മുടെ ഒരു ടൂ വീലർ അല്ലെങ്കിൽ ഫോർ വീലർ, പിന്നെ ഓട്ടോറിക്ഷ, ഇതൊക്കെ ഓടിക്കുന്നവർക്ക് ഇപ്പം തേർഡ് പാർട്ടി പ്രീമിയത്തില്, അപ്പം ഫുൾ കവർ ആണെങ്കിൽ പോലും തേർഡ് പാർട്ടി പ്രീമിയം വർദ്ധിക്കുമ്പോൾ തേർഡ് പാർട്ടി വണ്ടിയുടെ പ്രീമിയം കൂടെ കൂടുന്നതാണ് ഒരു ഫുൾ കവർ. അതിൽ ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ആദ്യം നടപ്പിലാക്കിയിരിക്കുന്നത് ന്യൂ ഇന്ത്യ ആണ്. ഇനി മറ്റുള്ളതൊക്കെ പോകെ പോകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. ഈ തേർഡ് പാർട്ടി പ്രീമിയം അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ പേഴ്സണൽ ആക്സിഡന്റ് കവറേജിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് എന്ന് പറയുമ്പോൾ 15 ലക്ഷം രൂപയാണ് ആ വണ്ടിയുടെ. ഒരു ടൂ വീലർ ആണെങ്കിൽ ഓണർ ഓടിച്ചിട്ട് അല്ലെങ്കിൽ ഓണർ പുറകിലിരുന്നിട്ട് അതിനകത്തുനിന്ന് വീണ് ഓടിക്കുന്ന സമയത്ത് വീണ് അപകടം സംഭവിച്ചാലാണ് കിട്ടുന്നത്. ഒരു പ്രൈവറ്റ് കാർ ആണെങ്കിൽ ആൾ അതിനകത്ത് ഉണ്ടാകണം എന്നുള്ളൂ. ഡ്രൈവറെ വെച്ചിട്ട് ഓടിക്കുമ്പോഴും ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അപകടം വന്നാൽ നമുക്ക് ക്ലെയിം 15 ലക്ഷം രൂപ കിട്ടും. ഒരു അവയവമാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ 7.5 ലക്ഷം രൂപ കിട്ടും. പിന്നെ ഒരു ഓട്ടോറിക്ഷയൊക്കെ ആണെങ്കിൽ അയാളുടെ പേരിൽ തന്നെ ആണല്ലോ, ഓണർ ഡ്രൈവറും കൂടി ആണെങ്കിലാണ് ആ 15 ലക്ഷം രൂപയുടെ കവറേജ് വരുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ള, ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ ഇപ്പം എന്ന് വെച്ചാൽ ഒരു സാധാരണ തേർഡ് പാർട്ടി പ്രീമിയത്തിൽ കുറച്ച് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ ഈ പോളിസി കൊടുക്കുന്നത്, പോളിസിയിൽ അടിച്ചിരിക്കുന്ന പ്രീമിയം നമ്മുടെ IRDയുടെ കണക്കനുസരിച്ചിട്ടുള്ള പ്രീമിയം ആയിരിക്കും. പക്ഷെ പ്രീമിയം കുറഞ്ഞു കിട്ടും പ്രൈവറ്റ് ഇൻഷുറൻസ് ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രീമിയം കൂടുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കവറേജ് ഇല്ലാതെയാണോ ആ പോളിസി തരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ 10,000-2,000 വ്യത്യാസത്തിന് ഇത് നിങ്ങൾ കട്ട് ചെയ്യരുത്. ഇതോടുകൂടി എടുക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ജീവൻ എപ്പോഴും നമുക്ക് എന്തെങ്കിലും റിസ്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഓരോ വളവ് ചെല്ലുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാണ് കയറുന്നത്. റോങ് സൈഡ് വരാതെ യഥാർത്ഥ സൈഡിൽ കൂടെ കയറി നമ്മുടെ എതിർ ദിശയിൽ ഒരു വണ്ടി വരുന്നുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിച്ച് ഓണടിച്ചല്ലേ കയറുന്നത്. അതുപോലെ ഇതിന് അപകട സാധ്യത ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന്, അല്ലെങ്കിൽ നമ്മൾ തന്നെ, നമുക്ക് ഡിസബിലിറ്റി, ടോട്ടൽ ഡിസബിലിറ്റി വന്ന് കിടക്കുവാണെങ്കിൽ പോലും 15 ലക്ഷം രൂപയുടെ കവറേജ് വേണ്ടാന്ന് വെക്കരുത്. അതിനുവേണ്ടി ഈ പറയുന്ന പ്രീമിയം ഏതാണ്ട് 450 രൂപയോളാണ് പ്രീമിയം വരുന്നത്. അത് കുറച്ച് നമ്മൾ പ്രീമിയം എടുക്കേണ്ടതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ശരിക്കും പോളിസി കൈ കിട്ടുമ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ഈ ടൂ വീലർ ഒക്കെ എന്ന് പറഞ്ഞാൽ, പഴയ ഒരു ടൂ വീലർ മേടിച്ചിട്ട് ഈ കവറേജ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ പോളിസി ഇല്ലാതെ ഓടിച്ച് എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാരുടെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയോ ബാധ്യതയായി മാറാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നന്ദി, നമസ്കാരം.